بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെയും ഒരുപാട് മാനസികമായി നമ്മെ കളയുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിഗുരുതരമായ വാർത്തയാണ് ഫലസ്തീനിൽ നിന്നും ഗസയിൽ നിന്നും ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ പ്രയാസകരമായ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മക്കൾ, നാളത്തെ വാഗ്ദാനങ്ങളായിരുന്ന ഒരുപാട് മക്കൾ, ഏതാണ്ട് 17,000-ത്തിലധികം മക്കളാണ് ഫലസ്തീൻ ഇസ്രായേൽ പോരാട്ടത്തിൽ മരിച്ചുപോയത്. വളരെ ദയനീയമായ കാര്യമാണ്. ഒരു വയസ്സ് പോലും തികയാത്ത ഏതാണ്ട് 1000-ഓളം മക്കൾ മരിച്ചുപോയി. 5 വയസ്സിനിടയിലുള്ള 4500-ലധികം മക്കളും ഇതേപോലെ യുദ്ധക്കെടുതിയിൽ പെട്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. മക്കൾ, കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ട, ഈ ലോകത്തെക്കുറിച്ച് അറിയേണ്ട, ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ ജീവിക്കേണ്ടുന്ന, ഇവിടെ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കേണ്ടുന്ന കൊച്ചു കൊച്ചു മക്കൾ, വളർന്നു വരേണ്ടിയിരുന്ന മക്കളാണ് അവിടെ ഒടുങ്ങിപ്പോയിരിക്കുന്നത്. മാരകമായി പരിക്ക് പറ്റി വേദനത്തിൽ നിന്ന ഒരുപാട് മക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഏതാണ്ട് 1,42,000 ചില്ലാണം ആളുകൾ ഗുരുതരമായ പരിക്ക് പറ്റി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പട്ടിണി കിടന്ന് ദാഹജലം പോലും ലഭിക്കാത്ത, അവസാന ശ്വാസം കഴിക്കുമ്പോൾ പോലും ഒരിറ്റ് വെള്ളം പോലും ലഭിക്കാതിരിക്കത്തക്ക രീതിയിൽ പിരിഞ്ഞുപോയ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് ആളുകൾ ആ ഫലസ്തീന്റെ വലിയ യുദ്ധചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഭക്ഷണം വാങ്ങാൻ വരുന്നവരിൽ തന്നെ ഏതാണ്ട് 1000-ഓളം ആളുകൾ വെടിയേറ്റ് മരിക്കുകയുണ്ടായി. കൊടും ക്രൂരരായ ആളുകൾ നിഷ്ഠൂരമായ രീതിയിൽ, മനസാക്ഷി കുത്തുപോലും ഇല്ലാത്ത രീതിയിൽ ആളുകളെ കൊന്നൊടുക്കുകയാണ്. ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകളെ, ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളെയും ആശുപത്രികളെയും, ഏതാണ്ട് 200-ലധികം ആശുപത്രികളാണ് അവർ തകർത്ത് കളഞ്ഞത്. വിദ്യാഭ്യാസ സമുച്ചയം, ഏതാണ്ട് 1000-ഓളം വിദ്യാഭ്യാസ സമുച്ചയം തന്നെ അവർ തകർത്ത് കളഞ്ഞു. ഫലസ്തീനിലെ 80% കൃഷിയിടങ്ങൾ പോലും കൃഷിയോഗ്യമല്ലാതായിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ ലോകം കണ്ടതാണ്. എന്നാൽ ഇതുപോലെ ദാരുണമായ ഒരു യുദ്ധാവസ്ഥ ലോകത്ത് ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പോ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, UAE, ഖത്തർ പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ വിശപ്പ് മാറാനുള്ള സൗകര്യം ആയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവർക്കൊരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാവുന്ന സാഹചര്യം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തം. പ്രിയപ്പെട്ടവരെ, ചൂരൽമലയിൽ കഴിഞ്ഞ വർഷം ജീവിച്ച, സൗകര്യങ്ങളോടെ ജീവിച്ച, ജോലിയുമായി, വിഭവങ്ങളുമായി ജീവിച്ച, കുടുംബങ്ങളുമായി ജീവിച്ച ഒട്ടനവധി ആളുകൾ മരിച്ചുപോയി. അനാഥരായ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ പകരം ഒന്നും ലഭിച്ചില്ല. പഴയ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇതാണ് ലോകം. ഈ രീതിയിൽ നമ്മെ എപ്പോ ഏത് രീതിയിൽ പ്രയാസകരമായ അവസ്ഥ പിടികൂടുമെന്ന് നമുക്കറിയില്ല. വ്യക്തിപരമായ പ്രയാസകരമായ അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് രോഗമുണ്ടാകുന്നുണ്ട്. നമ്മുടെ ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറം സാമൂഹികമായ ദുരന്തങ്ങൾ പോലും എപ്പോഴും പിടികൂടാവുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് നാം അറിയണം. എന്താണ് ഇതിന് കാരണം? മനുഷ്യൻ എന്ന നിലക്ക്
മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് പിന്മാറിപ്പോയോ എന്ന് നാം അറിയണം. മനുഷ്യർക്കിടയിലാണല്ലോ ഈ ദുരന്തങ്ങൾ ഏറ്റവും അധികം വന്നു ഭവിക്കുന്നത്. മനുഷ്യർക്കിടയിലാണ് ഈ ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത്. ഒരുപാട് ബുദ്ധിയുള്ള, ചിന്തയുള്ള, ആലോചനാശേഷിയുള്ള, കഴിവുള്ള മനുഷ്യർക്കിടയിലാണ് ഈ ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പാഠമാകേണ്ടതാണ്. ഇസ്ലാം മുന്നോട്ട് വെച്ച കുറെ കാര്യങ്ങളുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചു തന്ന കുറെ തത്വങ്ങളുണ്ട്. അവയിൽ നിന്നും ആളുകൾ വ്യതിചലിച്ചു പോകുന്നുണ്ടോ, ക്രൂരായി പോകുന്നുണ്ടോ, അവരൊക്കെയും അക്രമങ്ങളായി തീരുന്നുണ്ടോ, അവരൊക്കെയും അവരുടെ മാനുഷികമായ സ്വഭാവങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്നറിയണം, ഇത്തരം ദുരന്തമുണ്ടാകുമ്പോ പലസ്തീൻ പോലുള്ള സംഭവങ്ങളിൽ നമ്മൾ ഖേദിക്കുന്നു, വേദനിക്കുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും, എന്തേ പടച്ചവന്റെ സഹായം അവിടെ വന്നു വരുന്നില്ല, എന്തേ പടച്ചവൻ അവരെ സഹായിക്കുന്നില്ല എന്ന്. അത്തരത്തിലൊരു ചിന്തയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും ഉണ്ടാകരുത് എന്നാണ് മതം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ജീവിതം, ഈ ലോകത്തെ ജീവിതം, അതെന്തായുസ്, എത്ര ആയുസാവട്ടെ, 100 200 50 30 5 എത്ര ആയുസാണോ പടച്ചോൻ നമുക്ക് നൽകിയത്, പക്വത വന്ന ശേഷമുള്ള നമ്മുടെ ജീവിതം പരീക്ഷണം മാത്രമാണ്. സുഖസൗകര്യങ്ങളുടെ പരീക്ഷണം ഇവിടെയുണ്ട്, കഷ്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ പരീക്ഷണങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള കരുത്ത് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. ആ കരുത്ത് അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അള്ളാഹു എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിൽ പറയുന്നു, 4-ാമത്തെ ആയത്തിലൂടെ, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. ആകാശങ്ങളും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അവൻ. ആകാശങ്ങളും ഭൂമിയും ഈ പ്രപഞ്ചം ഒരുക്കിയവനാണ് അവൻ. എന്നിട്ട് സിംഹാസനസ്ഥനായി പിന്നീട് തുറന്നു പറയുന്നു, ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും, ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ചലനങ്ങളും, നേർത്ത എല്ലാ ചലനങ്ങളും, അങ്ങ് വിദൂരതയിലെ നേർത്ത ചലനങ്ങൾ പോലും, തൊട്ടടുത്ത് നമ്മൾ പോലും കാണാത്ത ഇരുട്ടിന്റെ മറവിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പോലും അള്ളാഹു കാണുന്നുണ്ട്. വാഹുവമാക്കും അയിനമാക്കുണ്ടും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് ദുരിതക്കാറ്റിലായിരുന്നാലും, ഏത് നമ്മെ തളർത്തിക്കളയുന്ന ദുരന്തം നമ്മൾ ഏൽക്കേണ്ടി വന്നാൽ പോലും പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ആശ്വാസമായി, നമുക്ക് സഹായമായി, നമുക്ക് അനുഗ്രഹമായി പടച്ചവൻ നമ്മോടൊപ്പമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുകയാണ് സൂറത്ത് താഹയിൽ, ഖാല ലാ തഖാഫാ ഇന്നനീ മാകുമാ അസ്മഉ വ അറാ. അവൻ അഥവാ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ടതില്ല. ഈ ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും, എന്ത് ദുരിതക്കയത്തിൽ നിങ്ങൾ വീണ് പോവേണ്ടി വന്നാൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, പടച്ചവനിൽ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പാടിന്റെ ഒരു കാര്യവുമില്ല തന്നെ. നിങ്ങളുടെ കൂടെ ഇന്നനീമാക്കുമാ, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട്, ഞാനുണ്ട്, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിൽ പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുകയാണ്, അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാണ് നാം. നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ അത് ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആൾ ശ്രവിച്ചു കൊള്ളണമെന്നില്ല. ആ ശബ്ദം, നേരത്തെ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിശ്വാസങ്ങളുടെ ആ ശബ്ദം തൊട്ടടുത്തുള്ള ആൾ കേട്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് തൊട്ടടുത്തുള്ള ആൾ അറിയുകയില്ല. പക്ഷേ അതൊക്കെ അറിയുന്നവനാണ് പടച്ചോൻ. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്
പടച്ചോൻ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുകയാണ്. സൂറത്ത് നിസായിൽ പറയുന്നു, അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയാണ്. നമ്മൾ അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നുണ്ടാവൂല, അള്ളാഹു നമ്മെ പിടികൂടുകയില്ല, അള്ളാഹു നമുക്ക് ശിക്ഷ നൽകുകയില്ല എന്നൊക്കെ ധരിച്ചുകൊണ്ട് ഒരുപാട് ഒളിച്ചു കളികൾ, ഒരുപാട് തോന്നിവാസങ്ങൾ നടത്തുന്നില്ലേ നാം? അള്ളാഹു പറയുകയാണ്, ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയുകയില്ല തന്നെ. അവൻ അവരുടെ കൂടെ തന്നെയുണ്ട്. ഒളിച്ചു കളിക്കാരുടെ, അക്രമികളുടെ, നിസ്സാരായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ക്രൂരായ ആളുകളെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാരും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു ഇതങ്ങ് വിട്ടേച്ച് കളഞ്ഞതാണെന്ന കാര്യത്തിൽ നമുക്കൊരു ശങ്കയും വേണ്ട. അല്ല, അള്ളാഹു അതങ്ങ് വെറുതെ വിട്ടതല്ല, അവരെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണമായി അറിയുന്നവനാണ് അള്ളാഹു. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്ന അള്ളാഹുവാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നത്, നമുക്ക് സുഖവും ദുഃഖവും തന്നത്, നമുക്ക് പ്രയാസവും പ്രയാസരഹിതമായ ജീവിതം തന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ ജീവിതം ഹ്രസ്വമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച്, നമ്മളൊക്കെ സ്വപ്നം കണ്ട്, നമ്മളൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ചിലപ്പോ വന്നു ഭവിക്കുന്ന വലിയ വിപത്ത് നമ്മളെ തളർത്തിക്കളയും. അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. എത്രമാത്രം സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാ, വലിയൊരു വിപത്ത്, വലിയൊരു ആപത്ത്, വലിയൊരു പ്രയാസം, ദുരന്തം, ഒരു മരണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ഭവിച്ചാൽ തളർന്നു പോകും നമ്മൾ. പിന്നെ നമുക്ക് എന്ത് ജീവിതം. ഒരുപാട് ആളുകൾ ഭാര്യ മരിച്ചതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഭർത്താക്കന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഭാര്യമാരുടെ കഥകൾ. ഇനി എന്ത് ജീവിതം എന്നാലോചിച്ചു പോകുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അല്ല, ഇനിയുമുണ്ട് ജീവിതം. നമ്മൾ അവസാനിക്കുവോളം, നമ്മൾ മരിക്കുവോളം അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ദുരന്തം ഏറ്റുവാങ്ങിയാൽ നാളെ അതിനേക്കാൾ നല്ല ഒന്ന് നമുക്ക് അള്ളാഹു തരും, ഈ ജീവിതത്തിൽ തന്നെ തന്നേക്കാം. അതുകൊണ്ട് തന്നെ സ്വയം മരണം വരിക്കാൻ പാടുള്ളതല്ല തന്നെ. പിന്നെയോ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുക. പ്രയാസരഹിതമായ അവസ്ഥ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, ഒരു പ്രയാസത്തിന് ഒരു എളുപ്പം, അത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അത് ദുനിയാവിലുണ്ടാകും. ഇനി ദുനിയാവില്ലെങ്കിൽ തന്നെ ആഖിറത്തിൽ വലിയ അനുഗ്രഹമായിട്ട് അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദുനിയാവിന് നമ്മുടെ ചുരുങ്ങിയ ആയുസ്, വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമാണ് നമ്മൾ പ്രയാസകരമായി ജീവിക്കേണ്ടത്. പടച്ചവനൊക്കെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റുകളിലേക്ക് നമുക്ക് വഴുതി പോകാൻ കഴിയാതെ വരും. തെറ്റുകൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ വിശ്വാസപൂർണമായി അല്ലാഹു തവക്കൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ പടച്ചവന്റെ വലിയ സഹായമായിരിക്കും നമുക്ക് ലഭിക്കുക, അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് പറയുകയാണ്, അവൻ, അതായത് നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത് അതുപോലെയായിരിക്കും അള്ളാഹു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന ഇൻദ ظني عبدي بي وانا معه اذا ذكرني فإن ذكرني في نفسه ذكرته في نفسه. അതായത് അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെയും ഓർക്കും. അവന്റെ മനസ്സിൽ ഓർക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ അവനെ ഓർക്കും. അവൻ എന്നെ ഒരു സമൂഹത്തിൽ ഒരു സൊസൈറ്റിയിൽ നിന്നാണ്, ജനങ്ങൾക്കിടയിൽ നിന്നാണ് എന്നെ ഓർക്കുമ്പോൾ അവൻ ഓർക്കുന്ന ജനങ്ങളെക്കാൾ ഉത്തരപരായ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു പറയുകയാണ്, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നാവാം. അള്ളാഹു പറയുകയാണ്, നമ്മൾ ഓർക്കുന്ന കൂട്ടത്തിനിടയിലേക്കുള്ളതിനേക്കാൾ ഉത്തമരായ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ഓർക്കും.
നിങ്ങളെയും എന്നെയും ഓർക്കും. നിസ്സാരമെന്ന് കരുതുന്ന നമ്മളെ ഓർക്കും അല്ലാഹു എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, وإن تقرب إلي بشجر تقربت إليه ذراعا وإن تقرب إلى ذراع تقربت إليه باعا وإن أتاني يمشي أتيته هرولة. ഒരു മുഴം, ഒരു ചാൺ അവൻ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. അവൻ എന്നോട് ഒരു മുഴമാണ് അടുക്കുന്നതെങ്കിൽ അവനോട് ഞാൻ ഒരു മാറ് അടുക്കുന്നതാണ്. അവൻ എന്നിലേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടി വരും. നമ്മൾ അല്ലാഹുവിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിൽ അല്ലാഹു പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മുടെ സൗകര്യവും മനസ്സുമൊക്കെ അനുസരിച്ച് നമ്മൾ നിഷ്ഠയോടെ കൃത്യതയോടെ നിർവഹിക്കുന്നുവെങ്കിൽ അതിന് നമ്മളൊക്കെ കണക്ക് കൂടുന്നതിനേക്കാൾ അപ്പുറം പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് അല്ലാഹു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. നമ്മൾ അല്ലാഹുവിലേക്ക് നടന്നെടുത്താൽ പടച്ചവൻ നമ്മിലേക്ക് ഓടി വരും എന്നും ഹദീസിലൂടെ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു നമ്മിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അല്ലാഹു നമ്മുടെ ചെയ്തികൾ കാണാതിരിക്കുന്നില്ല. അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത്, വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്, പടച്ചവൻ നമ്മോടൊപ്പമുണ്ട്. ഏത് സമയത്തും ഏത് കൂരിരുട്ടിലും നമ്മോടൊപ്പമുണ്ട് എന്ന ദൃഢവിശ്വാസത്തോടെ ജീവിക്കാൻ തയ്യാറാവണം. എങ്കിൽ എങ്ങനെ ജീവിക്കണം? എന്താണ് ഒരു മനുഷ്യൻ അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകുന്നു എന്ന ബോധ്യപ്പെടലിലൂടെ ജീവിക്കുമ്പോൾ അവനിൽ നിന്നുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ബഖറയിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ദുനിയാവിലെ പരീക്ഷണ ഘട്ടത്തിൽ പതറിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഏത് ഘട്ടത്തെയും അതിജയിക്കാനുള്ള ക്ഷമയോടെ അതിനെ നേരിടാനുള്ള കഴിവ് നിനക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയവലംബിച്ചുകൊണ്ട് നീ കാര്യങ്ങൾ നേരിടണം. ഒപ്പം സഹനത്തോടെ ക്ഷമയോടെ നീ അല്ലാഹുവിനെ സമീപിക്കുമ്പോൾ നമസ്കാരം മുഖേനയും ആയിരിക്കണം. അത് സഹനവും നമസ്കാരവും മുഖേന നീ അല്ലാഹുവിന്റെ സഹായം തേടണം. തീർച്ചയായും അല്ലാഹു ക്ഷമാശീലനോടൊപ്പമാണ്. ഇപ്പൊ നമസ്കാരം അല്ലാഹു പഠിപ്പിച്ചു തന്ന, മതം നമ്മെ ബോധ്യപ്പെടുത്തി തന്ന നമസ്കാരം അടങ്ങുന്ന ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടെ നാം നിർവഹിക്കണം. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി തീർന്നാൽ, അങ്ങനെയാകുമ്പോഴാണ് പടച്ചവൻ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ പറയാണ്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരോടൊപ്പമാണ്, നല്ല ആളുകളോടൊപ്പമാണ്. നല്ലവനായി ജീവിക്കുക, സമൂഹത്തിന് ഗുണകരമാകുന്ന, കുടുംബത്തിന് ഗുണകരമാകുന്ന, തന്റെ നഫ്സിന് ഗുണകരമാകുന്ന നല്ലവനായി ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ, നല്ലവൻ എന്ന രീതിയിൽ അവൻ കണ്ടെത്തുന്ന, അവൻ ജീവിതത്തിൽ പ്രയോഗവത്കരിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇസ്ലാം പകർന്നു തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ മതം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പലസ്തീനിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന കാര്യങ്ങളടക്കം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അവരാരാവട്ടെ അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് അവർക്ക് ആശ്വാസമായി വർത്തിക്കുക എന്നുള്ളത് മതം നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക, ഏറ്റവും നല്ല മനുഷ്യനായി, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യനായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം അവൻ നേരിട്ടാലും പടച്ചവന്റെ സഹായം അവനുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ പറയുകയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവരാരോ, നമ്മുടെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ
സമരത്തിൽ ഏർപ്പെട്ടവരാരോ, അതായത് ദീനീ വിഷയത്തിൽ ദഅവത്തുമായുള്ള വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷമ അവലംബിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ദഅവത്ത്, ദീനീ പ്രബോധനം. അവിടങ്ങളിലൊക്കെ ക്ഷമ അവലംബിച്ച് അള്ളാഹുവിന്റെ മാർഗം ജനങ്ങൾക്ക് എത്തിച്ച് ആ പോരാട്ടത്തിൽ നമ്മുടെ മനസ്സ് ഇബ്ലീസിലേക്ക് ചായുന്ന പൈശാചിക പ്രേരണയിൽ നിന്ന് വശപതരായി പോകുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്ന ത്യാഗോജ്ജലമായ ജീവിതം നയിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു ഇതാ സൂചിപ്പിക്കുന്നു, അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല വഴികളിലേക്ക് നമ്മൾ എന്തുദ്ദേശിക്കുന്നു, നമ്മൾ എവിടെത്തണം എന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് കൊതിക്കുന്നു, ആ വഴിയിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുന്നതാണ്. എങ്ങനെ? അള്ളാഹു പറഞ്ഞ പ്രകാരം നമ്മൾ ജീവിതം ഏർപ്പെടുത്തിയാൽ. ഇസ്രായേലരോട് കരാർ വാങ്ങിയ സന്ദർഭം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ. വഖാലല്ലാഹു ഇന്നീ മഅക്കും, അള്ളാഹു അവരോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലഇൻ അഖംതുമുസ് സ്വലാഹ വആതീതുമുസ് സക്കാ വആമൻതും ബിറുസുലി വഅസ്റതുമൂഹും വഅഖ്റൽതുമുല്ലാഹ ഖർദൻ ഹസനാ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, സക്കാത്ത് നൽകുക, എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക, അവരെ സഹായിക്കുക, അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക. നമുക്കുള്ളത് ദീനീ മാർഗത്തിൽ ചെലവഴിക്കുക. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ് ഇതൊക്കെയും ദീനീ മാർഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചവും പറയാണ്, നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുന്നതാണ്. നമ്മുടെ തെറ്റുകൾ കുറച്ചവും പുറത്തു വരും. അള്ളാഹു നിർദ്ദേശിച്ച കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു തരും, മായ്ച്ചു കളയും, നമ്മളെ വിശുദ്ധരാക്കിക്കൊണ്ടെത്തിക്കുമെന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിരിക്കുന്നത്. പ്രയാസങ്ങളും ദുരന്തങ്ങളും ഭൂമിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്സഹായരായ, നിരാലംബരായ, നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ പടച്ചവൻ സഹായിക്കുന്നില്ല എന്നാണ് സംശയം. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി നൽകിയാണ്. വല്ലദീന കദ്ദബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളയുന്നവരാവട്ടെ, അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അവർക്ക് സ്വൈരവിഹാരം എപ്പോഴും നടത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവരൊരു സമയം വരെ സ്വൈരവിഹാരം നടത്തിയേക്കാം, തോന്നിവാസത്തിൽ വ്യാപൃതരായേക്കാം. പക്ഷേ അള്ളാഹു പറയുകയാണ്, അവരെ പടിപടിയായി പിടികൂടുക തന്നെ ചെയ്യും. ഇന്ന കൈദീ മതീൻ, അവർക്ക് ഞാൻ ഇട കൊടുക്കുകയും ചെയ്യും, അവധി കൊടുക്കും. ഒരു സമയം വരെ കൊടുക്കും. നമ്മൾ വിചാരിക്കും എന്താ അവരെ പിടിക്കാത്തത്, പഠിച്ചൊരു സമയം അവർക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടും ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പടച്ചവനെ ശിക്ഷിക്കാത്തത് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മറിയുക, പടച്ചവൻ അവർക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. അതേ ഖുർആൻ പറയുകയാണ്, അവർക്ക് അവധി കൊടുക്കും, ഇട കൊടുക്കും. തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാണ് കേട്ടോ. ആ അവധി അവർക്ക് ശാശ്വതമായ രീതിയിൽ ആക്രമണം ചെയ്യാനുള്ള അവധിയല്ല, അവരെ പടിപടിയായി പിടികൂടുക തന്നെ ചെയ്യും. സൂറത്ത് ഇബ്രാഹിമിൽ പറയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകണ്ട. അക്രമികൾ അക്രമം ചെയ്യുന്നതിനെ പറ്റി പടച്ചവൻ അശ്രദ്ധനാണെന്ന് നീ കരുതി പോകേണ്ട. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം, ഭയാനകമായ ദിവസം അവർക്ക് അള്ളാഹു സമയം നീട്ടിക്കൊടുത്തതാണ്. ഒരു സമയം വരെ അവരെ പിടികൂടുന്ന ഒരു സമയം വരെ അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു അശ്രദ്ധരായിരിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതേണ്ട. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നു, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ വലഹും അദാബും മുഹീൻ.
സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകണ്ട. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുർബലരെ ഇനിയും ആക്രമിക്കാനുള്ള ആയുധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വൻ ശക്തികളുടെ പിന്തുണ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിചാരിക്കേണ്ട, ഇതെപ്പോഴും കിട്ടുമെന്ന്, ഇതെപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അപമാനകരമായ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയാൻ. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട. നമ്മൾ അള്ളാഹുവിന് സഹായം ലഭിക്കാതെ നിസ്സാരായി പോയവരാണ് എന്നൊന്നും ഓർക്കേണ്ടതില്ല. പടച്ചവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ചവൻ നമ്മെ സഹായിക്കും, അവരെ പടച്ചവൻ ശിക്ഷിക്കുകയും ചെയ്യും എന്ന ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ ഈ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടതും പ്രയോജിപ്പിക്കേണ്ടതും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ സൽക്കരമായിട്ട് കാരണവാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.